ശലോം സഹോദരങ്ങളെ, ശബ്ബാത്ത് ശലോം. ശബത്ത് എന്നാണെന്ന് നമുക്കറിയാം അല്ലേ? എന്നാൽ ഇത് അറിയാത്ത ക്രിസ്ത്യാനികളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ശബത്ത് വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ്. അപ്പോൾ നമ്മളതെല്ലാം ആചരിക്കുന്നവരാണ്. ഞാൻ പിന്നെ എടുത്തതിനെ പറ്റിയൊന്നും പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 24:20. അവിടെ ആബയുടെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് കുറേയേറെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് യേശുവ പിന്നെ പറയാണ്, നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിൽ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിക്കുവിൻ. അപ്പം എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞത്? പുതിയ നിയമത്തിൽ ശബത്ത് ആചരിക്കണ്ട എന്നാണല്ലോ ക്രിസ്ത്യാനികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മത്തായിയുടെ സുവിശേഷം പുതിയ നിയമമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നത്? ഇത് എപ്പോഴാണ് പറയുന്നത്? ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം വരുത്തുന്ന ആ ദിവസങ്ങൾ, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അപ്പം അത്രയും കഠിനമായ നാളുകളിലാണ് നിങ്ങൾ ശബത്ത് മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ ഈ ഓട്ടം ശബത്തിന് ആവാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ എന്താ ഈ കഷ്ടകാല സമയത്ത് ശബത്തിനെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാ? ഇന്ന് പല കുഞ്ഞു കാര്യങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ശബത്ത് ആചരിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള സാഹചര്യമില്ല, വീട്ടിലുള്ളവർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പല പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ശബത്ത് ആചരിക്കാതെ നാളെയാകാം എന്ന് വിചാരിക്കുന്ന കൂട്ടുകാരുടെ അടുത്താണ് എൻ്റെ ഈ ചോദ്യം. അതായത് ഇത്ര വലിയ കഷ്ടകാലത്തിൽ പോലും, ലോകാവസാനം ഉണ്ടാവാൻ പോകുന്ന അത്രയും വലിയ കഷ്ടപ്പാട് ഉണ്ടാകുന്ന ആ ദിവസങ്ങളിൽ പോലും ശബത്ത് മുറുകെ പിടിക്കുന്നവന്, അല്ലെങ്കിൽ മുറുകെ പിടിക്കാത്ത അവർക്ക് കഷ്ടകാലം എന്നാണ് കർത്താവ് ഈ സുവിശേഷത്തിൽ പറയുന്നത്. മുറുകെ പിടിക്കാത്തവന് കഷ്ടകാലം എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ശബത്ത് എന്നത് നിത്യമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. പുറപ്പാട് 31:16 പറയുന്നുണ്ട്. നിത്യനിയമം എന്നാണ്, അതായത് പക്ഷെ നിത്യമായ ഉടമ്പടിയാണ് ശബത്ത് എന്നത്. ആ നിത്യമായ ഉടമ്പടി ഒരു പ്രാവശ്യം പോലും ബ്രേക്ക് ആവാൻ പാടില്ല. അങ്ങനെ ബ്രേക്ക് ആയാൽ നാമും ദൈവവും തമ്മിലുള്ള ബന്ധം കട്ടാവും. അപ്പോൾ എത്ര കഷ്ടകാലത്തിൽ പോലും ശബത്ത് മുറുകെ പിടിക്കണം എന്ന് ദൈവം തന്നെ പറയുന്നു. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയാൽ പിന്നീട് നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ ആർക്കും പറ്റില്ല. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ശബത്തിന്. അങ്ങനെ വന്നാൽ, ഇങ്ങനെ ബ്രേക്കപ്പ് അങ്ങനെ വന്നാൽ സ്വർഗത്തിൽ കയറാനായിട്ട്, നമുക്കറിയാം അല്ലേ, സ്വർഗത്തിൽ കയറാനായിട്ട് 12 ഗോത്ര കവാടങ്ങളുണ്ട്. അതിലൂടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കവാടത്തിൽ കൂടെ കിടക്കും? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് യഹൂദ കവാടത്തിലൂടെ കിടക്കണം. നമ്മൾ അന്യജാതിക്കാരൊക്കെ യഹൂദ കവാടത്തിൽ കൂടെയാണ് കിടക്കുക എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ശബത്ത് ആചരിക്കാതെ, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധമില്ലാതെ നമുക്കതിലെ കയറാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? യേശുവായും നമ്മളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ശബത്ത്. അത് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധം അത് വിട്ട് ആ സ്ത്രീ വേറെ ആളുടെ കൂടെ പോയെന്ന് വിചാരിക്കുക, ആ ഭാര്യയ്ക്ക് വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിൽ സ്ഥാനമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ശബത്ത് ഒരു പ്രാവശ്യമെങ്കിലും മുടങ്ങിപ്പോയാൽ, നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ബ്രേക്ക് വന്നാൽ പിന്നെ നമുക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. മത്തായി 24:20 ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച മാതിരി അത്ര കഷ്ടകാലത്തിൽ മുറുകെ പിടിക്കേണ്ടത് ശബത്തിനെയാണ്. അപ്പം ഇന്ന് അത്രയും കഷ്ടം ഇല്ല, കുഴപ്പമില്ലാത്തപ്പോൾ, സാധിക്കുന്ന സമയത്ത് ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് നാളെയാകാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മണവാളൻ വരുന്ന സമയം അറിഞ്ഞിരുന്നെങ്കിൽ വിളക്കിൽ എണ്ണ തീർന്നു പോകാതെ ആ കന്യകമാർ കാത്തിരുന്നേനെ. പക്ഷേ ആ സമയം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ.
നാളെ എന്ന് വിചാരിക്കുന്നവന് ചിലപ്പോൾ അതിന് സാധിക്കാതെ വരും. കാരണം ഈ ശബത്ത് ആചരിക്കലും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. ആദ്യം തട്ടിക്കളയുന്നവന് പിന്നെ അത് കിട്ടിയെന്ന് തന്നെ വരില്ല. അപ്പോൾ യഹൂദാ ഗോത്രത്തിലെ വാതിൽ കൂടി കടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുദ്രയേറ്റ് ശബത്ത് ആചരിക്കണം. അപ്പോൾ ഇതുപോലെ ശബത്ത് ആചരിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയേറ്റിട്ടുള്ള എൻ്റെ എല്ലാ ആത്മീയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശബത്ത് ശലോം. അപ്പോൾ ഞാൻ പറഞ്ഞത് കഷ്ടകാലത്തിൽ പോലും മുറുകെ പിടിക്കണമെന്ന ദൈവത്തിൻ്റെ മുദ്രയായി ശബത്തിനെ യേശുവാ തന്നെ പറയുമ്പോൾ ആ 4-ാം കൽപ്പനയെ ഉപേക്ഷിച്ച് മനഃപൂർവ്വം മറന്നു നടക്കുന്ന ക്രിസ്ത്യാനിയുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. കഷ്ടമല്ലേ? അതിലേക്ക് ഞാൻ ഇനി വരുന്നില്ല. ആ സംസാരമല്ല ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവം പറഞ്ഞത് ചെയ്യുന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അതായത് ദൈവം പറയുന്നതിനേക്കാൾ മുൻപ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് ശീലിക്കണം. അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളാരും ദൈവത്തിൻ്റെ അടിമകളല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഒരിക്കലും നമ്മുടെ ദൈവം നമ്മളെ അടിമകളായും കണക്കാക്കിയിട്ടില്ല. അടിമകൾ അഥവാ ദാസന്മാർ അവരാണ് കൈകൂപ്പി നിൽക്കുക, അല്ലെങ്കിൽ കൈകൂപ്പി പിടിച്ചു നിൽക്കുക. യഹൂദന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അവർ പ്രാർത്ഥിക്കുമ്പോൾ കൈകൂപ്പി പിടിക്കാറില്ല. അവർ കൈ മുകളിലോട്ട് കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ച് ആബയോട്, സ്വന്തം അപ്പനോടെന്ന പോലെയാണ് പ്രാർത്ഥിക്കാറ്. എന്നാൽ യഹൂദന്മാരെ ഒഴിച്ച് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ നോക്കി, അപ്പം അവരെല്ലാം നമുക്ക് കാണുന്നത് സ്വന്തം ദൈവത്തിൻ്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അതാണ് വ്യത്യാസം. മറ്റ് കള്ള ദൈവങ്ങളിൽ നിന്ന് യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാനുള്ള നമ്മുടെ ദൈവം വ്യത്യസ്തനായിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഉദാഹരണമായിട്ട് ഇപ്പോൾ തള്ളാഹുവിനെ നോക്കിയത് നിങ്ങൾ. തള്ളാഹുവിൻ്റെ രാജ്യം വിസ്തൃതമാക്കാൻ അവൻ്റെ അടിമകളായ മനുഷ്യർ കഷ്ടപ്പെടുകയാണ് അല്ലേ, പാവങ്ങൾ. ചിന്തിച്ചു നോക്കി. എന്നാൽ ഈ കഷ്ടപ്പാടിനിടയ്ക്ക് കഷ്ടകാലം വരുമ്പോൾ തള്ളാന്ന് അവർ വിളിച്ച് കരയും, വായ പൊളിച്ചു. തള്ളാഹുവിൻ്റെ പൊടി പോലും അവിടെ കാണില്ല, അവൻ മുങ്ങിണ്ടാവും. കാരണം എന്താ? കാരണം കാതിൽ കടുക്കനുകൾ ഇട്ട് കൊടുത്ത് അവൻ സ്വന്തം മക്കളുകളെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, നിങ്ങൾ ഇറങ്ങിക്കോ, പൊക്കോ, ചെല്ല് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിടും. അണ്ടിയോടെ എടുക്കുമ്പോഴേ പുളി അറിയുള്ളൂ. അവർ തള്ളാന്ന് വിളിക്കുന്നതിന് മുമ്പാട് തന്നെ തള്ളാഹു മുങ്ങിയിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ ഒരു അടുത്ത ഡയലോഗ് ഉണ്ട്. എന്ത്? തള്ളാക്ക് വേണ്ടി മരിച്ച സ്വർഗത്തിൽ ചെന്ന ഹൂറികളെ കിട്ടും, മദ്യപ്പുഴ കിട്ടും എന്നൊക്കെ പറഞ്ഞ് 100,000 നുണകഥകൾ. ഭൂമിയിൽ ഇതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത അവന് സ്വന്തമായിട്ട് ഇല്ലാത്ത, അവൻ്റെ സ്വന്തമല്ല സ്വർഗം, എന്നിട്ട് സ്വന്തമല്ലാത്ത സ്വർഗത്തിൽ അവൻ ഇതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ വീണ്ടും അത് വിശ്വസിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അതൊക്കെ വിശ്വസിക്കാൻ കുറേ മണ്ടന്മാരും പേടിയുള്ളവരൊക്കെ എൻ്റെ ചുറ്റിരുന്നോ എന്ന് പറയുന്ന ഒരു ട്രിക്ക് ഉണ്ടല്ലോ. സ്വന്തമായിട്ട് ഭയമുണ്ടാവും, അപ്പോൾ അത് പറയാൻ നാണക്കേടായതുകൊണ്ട് പേടിയുള്ളവരൊക്കെ വന്ന് എൻ്റെ ചുറ്റിരുന്നോ എന്ന് പറയുന്ന ഒരു ട്രിക്ക്. സ്വന്തം കാര്യം നേടാനായിട്ട് അടിമകളെ പോലെയാണ് മക്കളെ കാണുന്നത്. ആ സാത്താൻ്റെ കാര്യം മാത്രമല്ല, മറ്റുള്ള ദൈവങ്ങളെ വേണമെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. അതായത് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ ഈ തള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞത്. മറ്റുള്ള എല്ലാ ദൈവങ്ങളും വിഗ്രഹാരാധകരാണ്. വിഗ്രഹമായിരിക്കും. അത് അല്ലെങ്കിൽ പിന്നെ മോഡേൺ ആയിട്ടുള്ള ആൾദൈവങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പം സ്വന്തമായിട്ട് ഈ വിഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ തള്ളാഹുവിനെ പോലെ തന്നെയാണ്. അതായത് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ല. അവരെ ഡ്രസ്സ് മാറ്റിക്കാനും അവരെ കുളിപ്പിക്കാനും ഈ വിഗ്രഹങ്ങളെ കേട്ടോ, എന്തിന്? അതിനെ ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ പോലും നിങ്ങളുടെ സഹായം വേണം. അപ്പം ഇതെല്ലാം എന്തൊക്കെയാ മനുഷ്യർ കാണിച്ചു കൂട്ടുന്നത് അല്ലേ? നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവാത്ത, അവർ മണ്ടന്മാരാണോ? ചില വിഗ്രഹങ്ങളെയൊക്കെ മണ്ണുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ പാല് കൊണ്ട് കുളിപ്പിക്കൽ,
അല്ലെങ്കിൽ സാരി ഉടുപ്പിക്കല്, അതിനെ പൊക്കിക്കൊണ്ട് തലയിലേറ്റി അതിൻ്റെ മുമ്പ് പ്രണമിച്ച് കമന്ന് കിടന്നില്ലേ? പക്ഷേ യഥാർത്ഥ ദൈവം സ്വന്തം മക്കളെ ജീവൻ കൊടുത്ത് വാങ്ങിച്ചതാ. രക്തം, ദൈവത്തിൻ്റെ രക്തമാണ് നമുക്ക് വിലയിരുത്തുന്നത്. നീ ചിന്തിച്ചു നോക്ക്. അപ്പോൾ യഥാർത്ഥ ദൈവത്തെ ഇതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തിൻ്റെ കണ്ണ് ഒരിക്കലും തുറക്കില്ല. തെറ്റെന്ത് ശരിയെന്ത് എന്ന് ദൈവം നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്, ഇല്ലേ? അതിന് പകരം അവരെല്ലാവരും അന്ധന്മാരായ അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. എന്താ പറയുക, അവരെല്ലാം അവരവരുടെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞ് കൊടുത്തത് ചെയ്തു കൂട്ടാണ്. എന്നാൽ നാം അവരെ പോലെ ആയിരിക്കരുത്. കാരണം നാം അടിമകളല്ല, നമ്മൾ യഥാർത്ഥ മക്കളാണ്. യഹൂദരോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നാം യഹൂദരെ പോലെ തന്നെ സ്വന്തം മക്കളാണ് ആബയുടെ. അപ്പം അതിനാൽ നമ്മൾ ദൈവം പറഞ്ഞതിനേക്കാൾ ഉപരി ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. മനസ്സിലായോ? അതിനുള്ള എന്താ പറയുക, ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിന് ഏറ്റവും ബൈബിളിലെ ഉദാഹരണമാണ് ദാവീദ്. ദാവീദിനെ എങ്ങനെയാ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാക്കിയതിന് കാരണം, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് പാട്ടെഴുതി സ്തുതിച്ചു. അതുപോലെ ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്താണ് നമ്മൾ അറിയണം. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, നാം വേറെ ഒരാളായിട്ട് നിന്നിട്ട് ഇവിടെ ദൈവം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കുന്ന ഒരാളാണെങ്കിൽ നാം എടുക്കുന്ന ഒരു തീരുമാനവും തെറ്റിപ്പോകില്ല. മത്തായി 7:21, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് നിത്യരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മനസ്സിലായ? കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നവനല്ല സ്വർഗത്തിൽ പോകുന്നത്. ദൈവത്തിന് ആവശ്യം ഭക്തനെയല്ല. എടുത്തെടുത്ത് ബൈബിളിൽ പറയുന്നത്, എനിക്ക് ആവശ്യം ഭക്തനെയല്ല, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെയാണ്. എന്നിട്ട് പറയാം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് നിത്യരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം അതെന്താണെന്ന് നാം അറിയണം. അതിനായിട്ട് ദാഹിക്കണം, അതിനു വേണ്ടി തിരയണം. ദൈവം മനുഷ്യനായിട്ട് വന്നല്ലേ, യേശുവായിട്ട്. യേശുവായി നമുക്ക് മാതൃക കാണിച്ചു തന്നത് അത് തന്നെയാണ്. യോഹന്നാൻ 4:34, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയും അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നതുമാണ് എൻ്റെ ആഹാരം. യേശുവായുടെ വാക്കുകളാ. മനസ്സിലായോ? ജീവൻ നിലനിർത്തുന്നതാണ് ആഹാരം, അല്ലേ? അപ്പോൾ യേശുവ പറയാണ്, എൻ്റെ ജീവൻ നിലനിർത്തുന്ന ആഹാരം എന്താണ്? എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും. നമ്മളുടെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലായിരിക്കണം നമ്മുടെയും ആഹാരം. അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, ദൈവപിതാവിൻ്റെ ഇഷ്ടം അതെങ്ങനെ നമ്മൾ അറിയും? അപ്പം അതിനായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ കുറേ കാര്യം പറയുന്നുണ്ട്. അതായത് ദൈവത്തിന് നല്ലതും പ്രസാദകരവും പൂർണ്ണവുമായ ഇഷ്ടം അത് എന്തെന്ന് തിരിച്ചറിയാൻ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾക്കൊരു പുതിയ മനുഷ്യനായിട്ട് മാറണം. അതായത് ഒരു ശരീരത്തിലെ പല അവയവങ്ങളുണ്ടല്ലേ, ഓരോ അവയവങ്ങൾക്കും ദൈവം ഓരോ ധർമ്മം കൊടുത്തിട്ടുണ്ട്. അത് ഓരോ പ്രവൃത്തിയും ഓരോന്നാണ് ചെയ്യുന്നത്. പക്ഷെ അത് ക്രോഡീകരിക്കുമ്പോൾ നമ്മുടെ ബോഡി അതെല്ലാം കൂടെ ക്രോഡീകരിപ്പിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് മശിഹായിൽ ഒരു ശരീരമാണ് നമ്മൾ. എങ്ങനെ? പല പല അവയവങ്ങളായ നമുക്ക് പലതരത്തിലുള്ള കൃപയാണ് ലഭിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ വിചാരിക്കും എനിക്ക് യാതൊരു കഴിവുമില്ല, ഞാൻ അങ്ങനെ ഒരുപാട് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നല്ല. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാ? നിങ്ങളിലുള്ള ഓരോ കഴിവുകൾ കണ്ടിട്ടാ. അത് പക്ഷെ വ്യത്യസ്തമായിരിക്കും. മനസ്സിലായോ? ഓരോരോ കൃപകളായിരിക്കും നിങ്ങൾക്ക്.
ചിലർക്ക് പ്രവചിക്കാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് മറ്റുള്ളവരുടെ നന്മ ചെയ്യുവാനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവുണ്ടാവും, മറ്റു ചിലർക്ക് ദാനം കൊടുക്കാനുള്ള കഴിവുണ്ടാവും, പിന്നെ മറ്റു ചിലർക്ക് ഭരിക്കാനുള്ള കഴിവ്, നന്നായിട്ട് ഭരിക്കാനുള്ള, മറ്റുള്ളവരെ നല്ല രീതിയിൽ ഭരിക്കാനുള്ള കൃപയുണ്ടാകും. ഒന്നുമില്ലെങ്കിലും ചിലർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാകും. മനസ്സിലായോ? അപ്പം അതിനൊക്കെയുള്ള ഓരോ കൃപകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. എന്തായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, തിന്മയെ വെറുത്ത് നന്മയെ ചേർത്ത് പിടിക്കണം. നന്മയ്ക്ക് വേണ്ടി ഉത്സാഹിക്കാൻ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. അപ്പം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോമക്കാർക്ക് ഇത് ലേഖനം 12-ാം അധ്യായം, അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. റോമ 12:21, തിന്മയോട് തോൽക്കാതെ നന്മയെ നമ്മൾ മുറുകെ പിടിക്കണം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? തിന്മയോട് തോറ്റു കൊടുക്കാനല്ല പറയുന്നേ, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണം എന്നാണ് പറയുന്നത്. സാത്താൻ്റെ പരീക്ഷകളെ ജയിക്കുന്ന കാര്യമാണിത് പറയുന്നത്. ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ട് പരീക്ഷകൾ ജയിക്കണം, ബട്ട് പരീക്ഷണങ്ങളാണെങ്കിൽ സന്തോഷത്തോടു കൂടി സഹിക്കണം എന്നൊക്കെ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവകൃപകൾ പലതരത്തിലായിരിക്കാം പലർക്കും. എന്നെക്കൊണ്ട് യാതൊരു ഉപകാരവും ദൈവത്തിനില്ലല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. എളിമയൊക്കെ നല്ലതാണ്, പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകരുത്. പലർക്കും പല തരത്തിലുള്ള കൃപയാണ് ആബ കൊടുത്തേക്കുന്നത്. അത് വളർത്താൻ നിങ്ങൾ തന്നെ ഉത്സാഹിക്കണം. അതായത് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? അപ്പം അതിനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഹെബ്രായർക്ക് ഇത് ലേഖനം 10:7 പറയുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതുപോലെ പറയണം. അതിന് പിന്നെ സ്തുതി അല്ലെങ്കിൽ ആരാധന, അതാണ് ഏറ്റവും പ്രാധാന്യം. സങ്കീർത്തനം 150:6 ദാവീദ് പറയുന്നുണ്ട്, ശ്വാസമുള്ള സകലവും അദോനയെ സ്തുതിക്കട്ടെ. ദാവീദിൻ്റെ ജീവിതത്തിൽ സ്തുതി ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല. സന്തോഷത്തിലും കഷ്ടതയിലും അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. അതുപോലെ ദാവീദിനെ പോലെ ഹൃദയപൂർവ്വം ദൈവത്തെ മഹത്വപ്പെടുത്തിയ വേറൊരു ആളെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കില്ല. അത്രമാത്രമുണ്ട് ദാവീദിന് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിന് ദാവീദിനുള്ള സ്നേഹവും. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം തിരയാം. 10 കൽപ്പന മുറുകെ പിടിച്ച്, ശബത്ത് മുറുകെ പിടിച്ച്, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് നമുക്ക് മുന്നേറാം. ഇനി അധിക സമയമൊന്നുമില്ല. ഗത്സമൻ തോട്ടത്തിലെ അവിടെ ഉണ്ടായ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കർത്താവ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയല്ലേ. 3 പ്രാവശ്യം അവിടെ ശിഷ്യന്മാരെ ദൈവം തട്ടി വിളിച്ചുണർത്തുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ദൈവം പറയാണ് ശിഷ്യന്മാരുടെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിക്കുവിൻ, നാഴിക അടുത്തു. അപ്പം അതെന്താ അങ്ങനെ പറഞ്ഞേ? അതായത് നമുക്കൊരു സമയമുണ്ട്, ബലഹീനതയുടെ സമയം. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ആത്മാവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമായത്. അപ്പോൾ ആ പരീക്ഷണ സമയത്ത് നാം ഉണർന്നിരുന്ന് ഉറങ്ങാതെ പ്രാർത്ഥിക്കണം. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പരീക്ഷണ സമയത്ത് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പിന്നീട് ആ സമയം കഴിഞ്ഞ പിന്നെ ഉറങ്ങിയാലും എന്ത്, ഉറങ്ങിയില്ലെങ്കിലും എന്ത്? കർത്താവ് അതാ ചോദിക്കുന്നേ. അന്ന് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയത് അവർക്ക് സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമുള്ള അറിവില്ലായിരുന്നു. തങ്ങളുടെ മണവാളൻ പിരിയാൻ പോവുകയാണ്, പിരിയാനുള്ള സമയമായി എന്ന് അവരറിഞ്ഞില്ല. അപ്പം ഇതുപോലെ തന്നെ കന്യകമാർക്കും പറ്റിയത്, അവർക്കും സമയത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും അവരും അറിയാതെ പോയി. നിങ്ങൾക്കറിയോ, അറിവില്ലായ്മയെ ദൈവം ക്ഷമിക്കും, പക്ഷേ അറിഞ്ഞവരെ ദൈവം കൂടുതൽ അടിക്കുമെന്ന. നമ്മളെല്ലാം അറിഞ്ഞവരാണല്ലേ, നമ്മളെല്ലാം ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ്. യഥാർത്ഥ ദൈവത്തെ മറ്റുള്ളവർ വിഗ്രഹത്തെ കൊണ്ട് നടന്ന് പുന്നാരിക്കുമ്പോൾ അതിൽ ദൈവമില്ല എന്ന ആ നഗ്നമായ സത്യം തിരിച്ചറിയാനായിട്ട് യോഗ്യതയില്ലാഞ്ഞിട്ട് കൂടി ആബ തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. അപ്പോൾ അറിഞ്ഞവരെ ദൈവം കൂടുതൽ അടിക്കും. മനസ്സിലായോ?
അറിഞ്ഞിട്ട് കലപ്പമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവന് ഹാ കഷ്ടമെന്നാണ്. അപ്പോൾ അറിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നടന്നാൽ, ശബത്ത് ബ്രേക്കപ്പ് ആയാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റ് പറ്റിയാൽ ദൈവം അതനുസരിച്ചായിരിക്കും വിധിക്കുക. ദൈവം മനുഷ്യന് കഷ്ടപ്പെടാനായിട്ടൊരു സമയം കൊടുത്തിട്ടുണ്ട്. ഒന്നും ശാശ്വതമല്ല. ഒരു പക്ഷേ അതോടൊപ്പം തന്നെ ദൈവം നിത്യതയും അവൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നാ ബൈബിളിൽ പറയുന്നത്. കഷ്ടകാലത്തിനോടൊപ്പം തന്നെ സ്വർഗവും നിത്യരാജ്യം കൂടി മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എന്നിട്ട് ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരുന്നു. ഒരു പക്ഷേ സുഖമുള്ളതിനേക്കാൾ കൂടുതൽ കഷ്ടകാലം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കൂടുതൽ വിളിക്കുക, കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുക, അടുക്കാനായിട്ട് സാധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം ദൈവമേ ദൈവമേ എന്ന് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും, ഇല്ലേ? സുഖം തരുമ്പോൾ അതൊരു ചിലപ്പോൾ ചടങ്ങൊക്കെ ആയിട്ട് മാറാം, അല്ലേ? അപ്പം ഞാൻ നിർത്താണ്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ 10 കൽപ്പന മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ 10 കൽപ്പനയിൽ 4-ാം കൽപ്പനയാണ് ശബത്ത്. വളരെ പ്രാധാന്യമുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തെ സ്തുതിക്കാനും നമ്മൾ മറക്കരുത്. വർഷിപ്പ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം കൂട്ടും. സങ്കീർത്തനം 22:3 ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്ന അങ്ങ് പരിശുദ്ധനാകുന്നു എന്നാ പറഞ്ഞേക്കണേ. മനസ്സിലായോ? അപ്പോൾ ഇസ്രായേലിൻ്റെ സ്തുതികളിൽ നമ്മൾ ആരാ? നമ്മൾ ഇസ്രായേൽ മക്കളോട് ചേർന്നവരാ. അപ്പം നമ്മളും ആബയുടെ മക്കളാണ്. അപ്പോൾ ശബത്തിലൂടെ നമ്മയും അപ്പൻ്റെ മക്കളോട് കൂടി കൂട്ടിച്ചേർത്ത് എങ്കിൽ അവരെ പോലെ തന്നെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കാൻ നമുക്കും കടമയുണ്ട്. അതുകൊണ്ട് വർഷിപ്പിൻ്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ്. അപ്പോൾ പറഞ്ഞത്, ഈ പ്രാവശ്യത്തിൻ്റെ ടോക്കിൽ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ദൈവം പറഞ്ഞത് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാറബ. ഞാനിന്ന് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് ഹീബ്രുവിൽ എങ്ങനെയാണ് പറയാന്ന്. റാറ്റ്സോൺ, അദോനായ്. ദൈവം നമുക്കറിയാമല്ലോ, ദൈവത്തെ നമ്മൾ അദോനായ് എന്നാണ് വിളിക്കുക. റാറ്റ്സോൺ, RATZON, റാറ്റ്സോൺ എന്നാണ് അതിനെ ഉച്ചരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം, റാറ്റ്സോൺ അദോനായ്. അപ്പോൾ ഇതിന് ശക്തിപ്പെടുത്തിയ ആബ തോദാവിച്ചി.